GM ഇബ്രാഹിം ഫുർഖാനി ഷാനാസ് ഇങ്ങനെ മോള് നമ്മളുടെ പുതിയാമ്പലെ ബഹുമാനപ്പെട്ട ബേക്കൽ ഫവാസ് വഹാബി ഉസ്താദായിട്ട് ഇങ്ങനെ പലക്കവരുടെ ഫവാസ് വഹാബി ഉസ്താദ് പലക്കായ ബർത്തിക്ക് നിങ്ങളെ മക്കളെ പ്രതിഭ പുരസ്കാര 22 മക്കൾക്ക് ഉണ്ട് പുരസ്കാരമൊക്കെ കൊണ്ടു ഇൻഷാ അല്ലാഹ് ഇതായ ബർത്തിക്ക് പുരസ്കാരമായിട്ട് നിങ്ങളെ ഖലീലിലെ നല്ലൊരു പാട്ടും ബാക്കി മക്കളെ കാത്തോണ്ടുണ്ട് പാട്ട് പാടണമെങ്കിൽ ആ പാട്ടുള്ള അവിടെ അതിരിടൽ നിങ്ങളെ ബൽദാദരെ മോണു ലത്തീഫ് മദനി ചെറുദാദയുടെ മോണു മുആദ് അതേപോലെ ബാക്കി എല്ലാവരും പലക്ക പറയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇടയിൽ പലക്ക പറയുടെ അറിഞ്ഞിട്ട് പരിപാടിയുണ്ടല്ലേ ഇപ്പം ഞങ്ങളൊട്ടിಗೆ ബഹുമാനപ്പെട്ട ഫവാസ് വഹാബി ഉസ്താദ് പലക്ക പറയുടേതായ ബർത്തിക്ക് ഞങ്ങളെ മക്കളെ പ്രൈസ് വിതരണ ആവിടെ ഇൻഷാ അല്ലാഹു അസ്സ വജൽ ഉസ്താദിന്റെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ടുള്ള السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما بنعمة ربك فحدث. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ബ്യാരി ബണ്ട് ചൊല്ലെങ്കില് ചമ്മ ടൈമാവിടും. അതുകൊണ്ട് മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇത്തിബാഅാണ് കുടുംബബന്ധം പുലർത്തുക എന്നുള്ളത്. അതിനാണ് ഇന്നത്തെ പരിപാടിയിൽ ഏറ്റവും വലിയ പ്രാമുഖ്യം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ ഉള്ളവൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അല്ലാഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ളുഹയിൽ പറഞ്ഞ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, ഈ ആയത്ത് ഈ വേളയിൽ ഒന്ന് ഓർത്തുകൊണ്ട് അതിനെ ഒന്ന് നിങ്ങളുടെ മുന്നിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. കഴിഞ്ഞ റമദാനിൽ ഈ ഉള്ളവൻ പരിശുദ്ധമായ മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പോകാൻ ഒരുങ്ങിയപ്പോ എൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് ഉസ്താദ് അവരുടെ അടുക്കലേക്ക് യാത്ര പറയാൻ പോയപ്പോ, ഞാൻ പോയ സമയത്ത് അവിടെ നിന്ന് ഉസ്താദിനെ കാണാൻ വേണ്ടി ഒരുങ്ങുമ്പോ മൂപ്പരും മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നജീബ് ഉസ്താദ് മൊബൈലിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടാ സംസാരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. തൊട്ടടുത്ത അലി വഹബി ഉണ്ട്. അപ്പൊ ആ സംസാരം കഴിഞ്ഞിട്ടാവാം ഇനി ഉസ്താദിനെ കാണുക എന്ന് വിചാരിച്ച് സംസാരം കഴിയുന്നത് വരെ ഞാൻ അവിടെ കാത്തിരുന്നു. ആ ഫോണിലൂടെയുള്ള സംസാരം കഴിഞ്ഞ ഉടനെ പിന്നീട് ഞാൻ ഉസ്താദിനെ കാണാൻ പോയപ്പോ എന്നോട് പറഞ്ഞ്,
ഇപ്പോ സംസാരിച്ചത് നിങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ സംസാരിച്ചത് നിന്നെ കുറിച്ചാണ്. നിന്നെ ഇതുവരെ സംസാരിച്ചത് പാനമാംഗ്ലൂരുള്ള ഫുർഖാനിയോടാണ് സംസാരിച്ചത്. ഞങ്ങളുടെ പേര് പറയുന്നത് മനസ്സിലാൻ വേണ്ടിയാണ്. നിങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതിലെന്തോ ഒരു ഹിക്മത്ത് ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഉസ്താദ് അവർകൾ പറയാം. അങ്ങനെ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു വിവാഹ അന്വേഷണത്തെ കുറിച്ച് ഞാൻ മുഫറോട് സംസാരിച്ചിട്ടുണ്ട്. നബിലയെ കുറിച്ചും മറ്റുമൊക്കെ ഉസ്താദ് എന്നോട് പറഞ്ഞു. ആ കുടുംബത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു. നല്ലൊരു കുടുംബമാണ്, നല്ലൊരു ബന്ധമാണ്. അല്ലാഹു ഖൈറാണെങ്കിൽ ആ ബന്ധം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്തു. പിന്നീട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ നമ്മുടെ ഫുർഖാനി ഉസ്താദ് അഥവാ എന്റെ കാക്ക എന്നോട് പറഞ്ഞത്, ഈ ഫോണ് വരുന്ന സമയത്ത് മുഫര് വലിയ ദാദാ അഥവാ ലത്തീഫ് ഉസ്താദിന്റെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോവായിരുന്നു. ആ സിയാറത്ത് ഈ ഉമ്മ അഥവാ ഈ ലത്തീഫ് മദനിയുടെ ഉമ്മയായ വെലിദാദ അല്ലെ, ബെൽദാദ എന്നവര് എപ്പോ കണ്ടാലും മൂപ്പരോട് പറയുമായിരുന്നു നബിയുടെ കാര്യം. കല്യാണത്തിന് വലിയ പ്രതീക്ഷയും ആ പ്രതീക്ഷ വെച്ചിരുന്ന ബെൽദാദ എന്ന് പറയുന്ന ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഈ ഫോണിലൂടെയുള്ള സംസാരം. എന്താണെന്നറിയില്ല. എല്ലാം അള്ളാഹുവിന്റെ കണക്ക് കൂട്ടലുകളാണ്. എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ ഖളാ ആണ്. വലിയ നിഅമത്തായി ഞാനത് ഇവിടെ അറിയിക്കുകയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ, നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നല്ലൊരു കുടുംബജീവിതം കിട്ടുക എന്നുള്ളത്. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ ജീവിതമെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അത് വലിയൊരു നിഅമത്താണ്. നല്ലൊരു കുടുംബത്തെ കിട്ടുക, ആ കുടുംബജീവിതം ഐശ്വര്യമാവുക, ഇതൊക്കെ ദുനിയാവിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല നിഅമത്താണെന്ന് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു കുടുംബ ബന്ധം പുലർത്തുന്നത് എങ്ങനെയാണെന്ന് ആ മരണപ്പെട്ടു പോയ ഖബറിൽ കിടക്കുന്ന ഇന്ന് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ആ ബഹുമാനപ്പെട്ട മാതാപിതാക്കൾ കാണിച്ചു കൊടുത്തതുപോലെ പ്രിയപ്പെട്ട മക്കള് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. കുടുംബത്തെ എങ്ങനെ കാണണം, കുടുംബ ബന്ധം എങ്ങനെ പുലർത്തണം, അതിന്റെ ആവശ്യകത എത്രത്തോളമാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഒരു ചെറിയ കാര്യം നടക്കുകയാണെങ്കിൽ പോലും ഞാനൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്ര വലിയ ബിൽഡപ്പ്. ഒരു ചെറിയ കാര്യം നടക്കണമെങ്കിൽ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന മുശാവറയാണ്. കുടുംബാംഗങ്ങൾ അതെല്ലാം വലിയ ബറക്കത്താണ്. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഅണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അസ്ഹാബിനോട് ഏത് കാര്യങ്ങളും മുശാവറ ചെയ്യുമായിരുന്നു. ഖുർആനിൽ ശൂറ എന്ന് പറയുന്ന അധ്യായം തന്നെയുണ്ട്. ഇതൊക്കെ ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ മഹിമയാണ്. എത്ര ചെറിയ കാര്യം നടക്കുകയാണെങ്കിലും അതൊന്ന് മുശാവറ ചെയ്ത് കാര്യങ്ങൾ എല്ലാവരോടും അന്വേഷിച്ച് ഒറ്റക്ക് എടുത്തു ചാടി തീരുമാനമെടുക്കാതെ, അതുകൊണ്ട് തന്നെയാണ് അതിലൊക്കെ ബറക്കത്ത്. അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ. ജീവിതത്തിലെല്ലാം ബറക്കത്തിന് നിദാനമായ കുറെ കാര്യങ്ങൾ ഈ പ്രിയപ്പെട്ട ആ ബഹുമാനപ്പെട്ട മാതാപിതാക്കൾ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആ മക്കൾ ഇവിടെ ജീവിച്ച് കാണിക്കുന്നുമുണ്ട്. അതനുസരിച്ച് അവരുടെ പരമ്പരകളായ അവരുടെ പിൻതലമുറക്കാരായ നമ്മളും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്കറിയാം. നമ്മൾ വളരെ ഇബാദത്ത് കുറഞ്ഞവരാണ്, ഇബാദത്ത് വളരെ തുച്ഛമാണ്. അപ്പൊ നമ്മെ കൊണ്ട് നമുക്ക് ഏറ്റവും ചെയ്യാൻ എളുപ്പമായ ഇത്തരം കാര്യങ്ങളിൽ
ഇതിന് വലിയ മഹത്വമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്തരം കുടുംബ ബന്ധം പുലർത്തുക, കാര്യങ്ങളെല്ലാം മുശാവറ ചെയ്യുക, കുടുംബത്തിൽ ഐക്യമുണ്ടാക്കുക, കുടുംബ സന്ദർശനം നടത്തുക, അവരൊരുമിച്ച് കൂടി അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്തൊരു മനോഹരമാണ് ഇതൊക്കെ! ഈ കാലത്ത് ഇത്ര മനോഹരമായി ഈ കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മക്കള് വലിയ ഐശ്വര്യമാണ് ഈ കുടുംബത്തിന്. മക്കളെല്ലാം അള്ളാഹുവിന്റെ ദീന് പഠിച്ചവരാകുക എന്നതും ആ മാതാപിതാക്കൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണെന്ന് അറിയിക്കുന്നതിന്റെ വലിയ ലക്ഷണമാണ്. എല്ലാവരും ദീനി ഉലൂമുമായി ബന്ധപ്പെട്ടവരാണല്ലോ മക്കളൊക്കെ. പെൺമക്കളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരൊക്കെ വലിയമാരാണ്. എല്ലാവരും മക്കളും ഇനി വരുന്ന പരമ്പരകളെല്ലാം അള്ളാഹുവിന്റെ ദീനിന് വലിയ മുൻതൂക്കം നൽകി ദീനിന്റെ ഇൽമു പഠിക്കുന്നവരായി അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഈ പരമ്പരയെ അള്ളാഹു നിലനിർത്തട്ടെ. അപ്പൊ ഇതിനൊക്കെ വലിയ ഈ കുടുംബത്തിന്, ഇൽമിന്, കുടുംബ ബന്ധത്തിന് ഇതൊക്കെ ആരിൽ നിന്നാണ് ഇതൊക്കെ കിട്ടിയത്? ഇവരുടെ മാതാപിതാക്കളിൽ നിന്നാണ്. ഇവരുടെ മാതാപിതാക്കൾ വലിയ ഭാഗ്യവാന്മാരാണെന്ന് അറിയിക്കുന്ന ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് മക്കൾ തന്നെയാണ്. ഈ മക്കളെയെല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ മക്കളുടെ പിന്തുലമുറക്കാരെയെല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതൊരിക്കലും നിർത്തരുത്. ഇത്തരം സംഗമങ്ങൾ ഒരിക്കലും അസ്തമിക്കരുത്. ഇനിയും ഇത് പൂർവോപരി ഒരുപാട് ഉയരത്തിലേക്ക് എത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ ഇത്തരം നല്ല നല്ല സദസ്സുകൾ സംഘടിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഞ്ഞാണ്ട് 4 താരീഖ് കേട്ടിക്കറ് ഞങ്ങളെ പുതിയാമ്പല ഫവാസ് വഹാബിക്ക് ഒരു കുഞ്ഞ് ജനിച്ച് അൽഹംദുലില്ലാ ആൺകുഞ്ഞ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിലും കുടുംബത്തിലും അള്ളാഹു ബർക്കത്തും ഖൈറും നൽകട്ടെ. ഫവാസി ഉസ്താദരെ അബ്ബായിട്ട് കിടത്തലിനുപെട്ടെ ഞങ്ങളൊട്ടിಗೆ പലക്ക പറഞ്ഞ് അള്ളാഹു എല്ലാവർക്കും അങ്ങനെ ഉമ്മകും അങ്ങനെ കുടുംബത്തിലുള്ള കുറേ ഹോസ്പിറ്റലിലുള്ള അങ്ങകും അള്ളാഹു എന്നീ എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്ത് ആരോഗ്യം കൊടു റഹ്മാൻ.